ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് പാർട്ടും കട്ടിങ്ങാണ് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തത്. അതിൽ കുറച്ച് ഒരു പോയിൻ്റ് അതിനകത്ത് പെൻഡിങ് ഉണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രധാന പോയിൻ്റും കൂടിയും പറയും. അതിനുശേഷം നമുക്ക് ബാൻഡ് കട്ട് ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ബാൻഡ് വയ്ക്കുന്നതുണ്ടല്ലോ, അത് കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാം. ഒപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ ഒട്ടും തയ്ക്കാൻ അറിയാത്ത എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഐഡിയാസാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല, സ്വന്തമായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ വെറും 1 മിനിറ്റ് മതി കട്ട് ചെയ്യാനൊക്കെ. ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട. സ്വന്തം ഡ്രസ്സിൽ എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെങ്കിൽ പോലും ആ ഒരൊറ്റ പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ ബാക്കി അവനവൻ്റെ ഡ്രസ്സ് എത്ര വേഗതയിൽ വേണമെങ്കിലും തയ്ക്കും. ഏത് സാഹചര്യത്തിൽ സമയമില്ലാത്ത സമയത്ത് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. പുറത്തേക്ക് പോകാൻ സമയത്തേക്ക് 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഫംഗ്ഷന് പോകണമെങ്കിൽ പോലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സമയം എടുക്കാതെ രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് വരുന്നവർക്ക്, അവരുടെ ഡ്രസ്സ് സ്ഥിരമായിട്ട് തരുന്നവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കണമെങ്കിൽ അതും വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയാതിരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താഴ്ഭാഗത്ത് ഒരു വേസ്റ്റ് മെഷർമെൻറ്റ് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് പ്രധാന പോയിൻ്റാണ്. കാരണം ഈ ഒരു അളവ് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് ഈ ടക്ക് എടുക്കുന്ന അളവിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അളവ് ഇതിനകത്ത് സീം അലവൻസ് അടക്കം ഇതിനകത്ത് ഉണ്ടോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തില്ല എങ്കിൽ പിന്നീട് നമ്മൾ ബ്ലൗസ് തയ്ച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റ് അതിനകത്ത് പറയാൻ വിട്ടുപോയി. അപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് വെച്ചിട്ട് നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കുക, ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൃത്യമായി വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയത്, ഇപ്പോൾ നമുക്ക് കിട്ടിയത് 7.25. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒരു ബ്ലൗസിൻ്റെ എടുത്ത് വെച്ച് നോക്കുക. അതിനുശേഷം ഈ പോയിന്റ് എത്തുന്ന വരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പോയിന്റുമ്പോൾ പിടിക്കുക. ഈ പോയിന്റ് പിടിച്ചിട്ട് ഈ പോയിന്റോട്ട് ഈ പോയിന്റ് വരെയുള്ള ഈ സ്പേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഇവിടെ നിന്ന് ആ ഒരു അളവ് നമുക്ക് ഇവിടെയാണ് നമ്മുടെ അളവ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അളവ് കൊണ്ട് കിട്ടി. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ വരയ്ക്കുക. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഈ ഒരു അളവ്. ഇതേ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് വരിക. ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് പ്രധാനമാണ്. ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിനനുസരിച്ച് ഇവിടെ ടക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ഷേപ്പ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കണമെങ്കിലൊക്കെ ഈ ഒരു അളവ് കൃത്യമായിട്ടുണ്ടോ, വേസ്റ്റ് മെഷർമെൻറ്റ് ഉണ്ടോ എന്ന് കൃത്യമായി നോക്കിയ ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഫ്രണ്ട്സ്. അത് പ്രധാന പോയിൻ്റാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ, അതിനുശേഷം ഇങ്ങനെ ഈ പോയിന്റ് കൂടെ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ആംഹോള്, അത് ഇതുവഴി. അതിനുശേഷം ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ ഈ ഒരു ഭാഗം, പിന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ നേരെ ഇവിടെ വരെ, അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കുക. ഈ ഒരു പോയിന്റിൽ, അതുപോലെ ഈ ഒരു പോയിന്റിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യുക. ഈ മെയിൻ ടക്ക് നമ്മളത് ഇങ്ങനെ ടക്ക് അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തും കൂടി, ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പാർട്ടും കൂടി നമ്മൾ ഇങ്ങനെ പിടിച്ച ശേഷം വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുക. തയ്ക്കുമ്പോഴും ഇതിങ്ങനെ പിടിച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ. ഇങ്ങനെ സെൻറ്റർ ഭാഗത്തുനിന്ന് പിടിച്ച ശേഷം വേണം തയ്ച്ച് വരാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് മെയിൻ ടക്കിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഉണ്ടോ, ഈ പോയിന്റ് അതുപോലെ ഈ പോയിന്റ് നമ്മളിതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിൻ്റെ അളവ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡിൻ്റെയും, അതായത് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു സൈഡും എത്ര വെച്ച അളവുണ്ടെന്ന് നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് 3ആണ്. നിങ്ങൾക്ക് അവിടെ എത്രയാണ്? ചിലപ്പോൾ ചിലത് ഈ ഒരു സൈഡ് വ്യത്യാസം, ഈ സൈഡ് വ്യത്യാസം, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ചിലത് മാത്രം 2 സൈഡും ബാൻഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏത് ഭാഗത്തെ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ അളവാണ് ആദ്യം എടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു സൈഡിൽ 3ആണ്, ഈ ഒരു സൈഡിൽ 3ആണ്.
ഏതെങ്കിലും ഒരു സൈഡ് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവിൻ്റെ കൂടെ ആ അളവാണ് എടുക്കേണ്ടത് ടോട്ടൽ. എന്നിട്ട് ശേഷം നമ്മൾ ഷേപ്പ് ആക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ 3 ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യൽത്തുമ്പോൾ അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഇതേപോലെ ഈ സൈഡിലും അങ്ങനെ. അപ്പം നമുക്കിവിടെ ഇതിലിപ്പോൾ ഒരു സൈഡിൽ 3.5 വന്നെന്ന് വിചാരിക്കുക ഒരു സൈഡിൽ. അപ്പോൾ ആ 3.5യുടെ അളവിൽ വിടുത്തിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഷേപ്പ് ആക്കിയിട്ടാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും അതേപോലെ തന്നെ വന്നിട്ടുള്ളത് ഈക്വലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 വരുമ്പോൾ നമ്മളിവിടെ 3.5 എടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ നീളം വന്നിട്ട് എത്രയാണെന്ന് നോക്കാം. ഇങ്ങനെ വന്ന് നോക്കുക, സെൻറ്ററിൽ നോക്കുക. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 6.75 6.75 കൂടെ നമുക്കൊരു 4 ഇഞ്ച് ഒരു സൈഡിലേക്ക് തയ്യൽത്തുമ്പോൾ പിന്നെ മറ്റേ സൈഡിലേക്ക് 1.5 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ എടുക്കാം. അപ്പം നമ്മൾ 1.5 ഇഞ്ച് എടുക്കുമ്പോൾ 8.5 വന്നത്. ടോട്ടൽ 8.5 വന്നു. അപ്പോൾ ആ അളവ് ഇവിടെ വരച്ചു. ഓക്കെ, ഈ സൈഡിൽ നമുക്ക് ഇതേപോലെ 3.5 തന്നെയാണ് വന്നിരിക്കുന്നത്. 3 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തും കിട്ടും. അപ്പോൾ നമുക്ക് 3.5 വന്നേക്കുന്നത്. ഇവിടെ കൂടുതലാണെന്ന് വെച്ചാൽ കൂടുതലുള്ളതിൻ്റെ അളവിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ടാണ് രണ്ട് സൈഡിലും ഒരേ അളവ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 3.5 വന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് 3 അല്ല, ഒരു സൈഡിൽ ഇപ്പോൾ 2.5 2.25 വന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ 2.5 വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ അളവല്ല, എൻ്റെ ഈ അളവ് ടോട്ടലാണ് എടുക്കേണ്ടത്. അതിൽ കുറവാണ് ഈ സൈഡ് ഭാഗത്ത് വന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാൻ വേണ്ടി എടുക്കുക. 2.5 നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ 1/2 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കണം. ഓക്കെ, അങ്ങനെ വ്യത്യാസം വന്നത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് എത്തിക്കുക ചെയ്യണത്. ഓക്കെ, ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് എത്തിക്കേണ്ടത്. ബി പോയിന്റ് ടു ഈ പോയിന്റ് വരെ താഴ്ഭാഗം ഈക്വലാക്കിയിട്ട് വരച്ചു. താഴ്ഭാഗം നമ്മൾ ഈക്വലാക്കി തന്നെ വരക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് മാത്രം നമ്മൾ ഷേപ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് രണ്ട് സൈഡിലും വ്യത്യസ്തമായ അളവാണ് വരുന്നവരെങ്കിൽ അങ്ങനെയുള്ളവരുടെ എടുക്കേണ്ടത്. ഇത് നമുക്ക് ഈക്വൽ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 2.5 ഇഞ്ച് പോയിന്റ് ഇട്ടു. 2.5 ഇഞ്ച് കേട്ടോ. 2.5 ഇഞ്ച് ഇവിടെ നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. അവിടെ നിന്ന് താഴേക്ക്, ഇവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു 3/4 ഇഞ്ച് ലെങ്ത്തിൽ താഴ്ത്തേക്ക്. മനസ്സിലായി? ഈ 3 ഇഞ്ച് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. 3/4 ഇഞ്ച് ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് താഴത്തേക്ക്. ഓക്കെ, ഇങ്ങനെ താഴത്തേക്ക് ഒരു വര വരച്ചു കൊടുത്തു. ഈ പോയിന്റിലൂടെയാണ് നമ്മൾക്ക് ഇനി ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു പോകേണ്ടത്. ഒരു ബോട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പോയിന്റ് ഇട്ട് വെച്ചു. ഇത് എൻ്റെ അളവല്ല കേട്ടോ, സോറി തെറ്റിപ്പോയി. ഇത് വേറെ 2.5 എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ ചെയ്യാനുള്ള അളവാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു അളവ് വരാം. എനിക്കാവുമ്പോൾ മുകളിൽ തന്നെയായിരുന്നു കറക്റ്റ് അളവ്. തന്നെ രണ്ട് സൈഡും ഈക്വൽ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടേത് ചെയ്യുമ്പോൾ ഇനി ഇങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ. ഓക്കെ, നമ്മുടേത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ടാണ് കേട്ടോ നമ്മുടെ ഷേപ്പ് വരട്ട്. ഓക്കെ, ഇത് അളവ് കുറവുള്ളവരാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അളവ് കുറവുള്ള ഒരു സൈഡ് കുറവും ഒരു സൈഡ് കൂടുതലാണ്. ഈ കൂടുതലുള്ളതിൻ്റെ അളവ് വരയ്ക്കുക. അതിന് ശേഷം താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. മുകൾ ഭാഗത്താണ് ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. ഷേപ്പ് അടയാളപ്പെടുത്തുന്നതിൽ ബോട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അതിൽ കുറവുള്ളവരാണെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കും. നമ്മുടെ അളവ് ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്കിൽ നമ്മൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അല്ല നിങ്ങളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ബുക്കിൻ്റെ സൈഡ്, ഇത് ഹുക്ക് വയ്ക്കുന്ന ഭാഗം, ഇത് സൈഡ് ഭാഗം എന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഹുക്കിൻ്റെ ഭാഗം ഇതാണെന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് സൈഡ് ഭാഗമാണെന്ന് അറിയാമല്ലോ. സൈഡ് ജോയിനിങ്ങിൻ്റെ ഭാഗമാണ് 1/4 സൈഡ് ജോയിൻ ചെയ്യേണ്ട ഭാഗമാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒന്ന് അടയാളം കൊടുക്കുക.
അല്ലെങ്കിൽ നിങ്ങൾ ഹുക്ക് വെക്കുന്ന സൈഡാണെന്ന് അറിയാൻ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കംഫർട്ടബിലിറ്റി എന്ന് അറിയാനായിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ 6 പീസാണ് ഇതുപോലെ ഇടിക്കേണ്ടത്. 2 ആയിട്ടാണ് നമ്മൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മൾ 2 പ്രാവശ്യങ്ങളും സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ആദ്യം നമ്മൾ 2 ഫോൾഡിലായിരിക്കും ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ നിന്ന് ആദ്യം ഒരു ബാൻഡ് കട്ട് ചെയ്യുക. അപ്പോൾ 2 ബാൻഡ് കിട്ടും, 2 സൈഡിലേക്ക് ഓരോന്ന് വീതം കിട്ടും. ശേഷം നമ്മൾ എഗെയിൻ 2 പ്രാവശ്യം കൂടി അങ്ങനെ ചെയ്യുമ്പോഴാണ് 6 എണ്ണമാണ് നമുക്കൊരു ബ്ലൗസിന് വേണ്ടത്. അപ്പോൾ അതുപോലെ 6 പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. 3 എണ്ണം ഈ ഒരു സൈഡിലേക്കും 3 എണ്ണം ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെയാണ് നമുക്കിത് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ 6 എണ്ണം എടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബ്ലൗസിൻ്റെ. അപ്പോൾ ബ്ലൗസ് ബാൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് ഫ്രണ്ട് അതുപോലെ ബാക്ക് പാർട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് ലെങ്ത്ത് കൂടിയത് കൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.